السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മണ്ണമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സ്വരന്മാർ, ഇഷ്ടജനങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെ ഖബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിലവർ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിൽ നിന്നുള്ള 4-ാമത്തെ ഭാഗം ആണ് ഇന്ന് പാരായണം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقيمون الصلاة ومما رزقناهم ينفقون. സത്യവിശ്വാസികളുടെ വിശദീകരണങ്ങൾ പറയുമ്പോൾ അവർ നിസ്കാരം നിർവഹിക്കുന്നവരാണ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ അത് പറഞ്ഞിരുന്നു. അതിന് ശേഷമുള്ളത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരെയും ഓരോ രീതിയിലാണ് സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്നത്. മനുഷ്യന്മാരുടെ ഇടയിൽ സമ്പത്ത് ഉള്ളവരുണ്ട്, ദരിദ്രരുണ്ട്, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലും വിഷമത്തിലും കഴിയുന്നവരുമുണ്ട്. അപ്പോൾ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കും. നമ്മൾ ധരിക്കുന്നുണ്ടോ നമ്മൾക്ക് കിട്ടിയ സമ്പത്തൊക്കെ നമ്മളെ മിടുക്ക് കൊണ്ട് കിട്ടിയതാണെന്ന്? അതല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, മെയ്യനങ്ങാതെ, ശരീരം കൊണ്ട് ജോലി ചെയ്യാതെ അനന്തരാവകാശമായി കിട്ടിയ സമ്പത്തുകൾ അതും നമ്മൾക്ക് വെറുതെ കിട്ടിയതാണ് എന്ന് നാം ധരിക്കുന്നുണ്ടോ? അനന്തരാവകാശമായി കിട്ടണമെങ്കിൽ പോലും നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ അവരൊക്കെ എല്ലാം മുറിയ പണി ചെയ്ത് കഷ്ടപ്പെട്ട് വെയിലും ചൂടുമൊക്കെ സഹിച്ച് വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടായിരിക്കും ആ സമ്പത്തൊക്കെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത്. അവരുടെ കാലശേഷം കാലചക്രം കറങ്ങുമ്പോൾ അവരുടെ മക്കളുടെ മക്കൾക്കത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ നമ്മൾ കരുതേണ്ടത്, ആരും വിയർപ്പൊഴുക്കാതെ, ബുദ്ധിമുട്ട് അനുഭവിക്കാതെ, കഷ്ടതകൾ അനുഭവിക്കാതെ സമ്പത്തുകൾ വന്ന് ചേരുന്നതല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തുകൾ എന്ത് ചെയ്യണം? അവൻ നമ്മളോട് കൽപ്പിക്കുന്ന അനുവദനീയമായ മാർഗത്തിൽ കൂടി അവ ചെലവഴിക്കണം. ഒരു വ്യാഖ്യാനം അനുസരിച്ച് അവരുടെ മുതലിൻ്റെ സക്കാത്തുകൾ അവർ ചിലവഴിക്കും എന്ന് പറയുന്നു. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് ഒരു പുരുഷൻ അഥവാ വിവാഹിതനായ ഒരു പുരുഷൻ അവൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരും ആല നഫഖത്തു റജുലി അല അഹ്ലിഹി, അവൻ്റെ അഹ്ലുകാരുടെ മേൽ അവൻ ചിലവഴിക്കുന്നു. വിവാഹം കഴിക്കാൻ പ്രായമായ ഒരു മനുഷ്യൻ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമം തനിക്കും തൻ്റെ അഹ്ലുകാർക്കും അഥവാ ഭാര്യ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുട്ടികൾ, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെയുള്ളവർക്ക് ചിലവ് കൊടുക്കാനുള്ള മാർഗം ഉണ്ടെങ്കിലാണ് ഒരാൾ വിവാഹം കഴിക്കേണ്ടത്. അതല്ലാതെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ജോലിക്കും പോവില്ല, വേലയ്ക്കും പോവില്ല,
അവർക്ക് ചിലവ് കൊടുക്കാനുള്ള മാർഗവുമില്ല, അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതാണ് ഇസ്ലാമികമായ മാനം. അപ്പോൾ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു, അവന് കുട്ടികളായി, കുടുംബമായി. അപ്പോൾ അവൻ്റെ ഭാര്യ, അവൻ്റെ കുഞ്ഞുങ്ങൾ, അവൻ്റെ മാതാപിതാക്കൾ, ഒരുപക്ഷേ അവനോടൊപ്പം ചേർന്ന് ജീവിക്കുന്നവൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, അവർക്കൊക്കെയും ചിലവ് കൊടുക്കൽ അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളാണ്. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച്. മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലികൾ ചെയ്ത് നമ്മളെ വളർത്തി വലുതാക്കി, നമ്മൾക്ക് വിദ്യാഭ്യാസം നൽകി, രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി നമ്മളെ ചികിത്സിച്ചു. നമ്മളിപ്പോൾ വളർന്നു, നമ്മളൊരു ജോലി നേടാൻ കഴിവുള്ളവരായി വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ സ്വന്തം പ്രയത്നത്തിൽ സമ്പാദ്യശീലത്തിൽ കൂടി ആകുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ എന്തു വേണം? അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് അവർക്കൊക്കെ നാം ചിലവഴിക്കേണ്ടി വരും. അതൊന്ന്. മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും മക്കൾക്കും ചിലവ് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൂടാതെ നമ്മുടെ ചുറ്റുവട്ടം നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മൾ സഹായിക്കാൻ അർഹരായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ടാകും. യത്തീമായ മക്കൾ, വിധവകൾ, വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, വളരെ വിഷമം സഹിച്ച് ജീവിക്കുന്നവർ, ഉപ്പ മരണപ്പെട്ടു പോയ യത്തീമുകളായ മക്കൾ, അവരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്താണ്, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ നാട്ടിലാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് അവർക്കും കൂടി ചിലവഴിക്കേണ്ടി വരും. കണ്ണടയ്ക്കാൻ പാടില്ല. എനിക്കതൊന്നും ബാധ്യതയില്ല, ഞാനും എൻ്റെ കുടുംബവും എന്ന ചിന്തയിലേക്ക് മനുഷ്യ മനസ്സുകൾ ചുരുങ്ങാൻ പാടില്ല. ഞാനും എൻ്റെ കുടുംബവും, മറ്റൊന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ സാധുക്കളുടെ ജീവിതം ദുഷ്കരമാകും. ഇസ്ലാമിക പ്രമാണങ്ങളനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പകർന്നു തന്നതനുസരിച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണോടിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യങ്ങളിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, സാധു സംരക്ഷണ സമിതികളുണ്ട്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ രൂപീകരിക്കപ്പെട്ട സംഘടനകളുണ്ട്. സ്വന്തം സംഘടനയിലെ അംഗങ്ങൾ മരണപ്പെടുമ്പോൾ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സംഘടനകളുണ്ട്. അങ്ങനെ ഒരു നാട്ടിൽ വളരെ വലുതായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മെയ് മറന്നുകൊണ്ട് സന്നദ്ധ സേവനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഇറങ്ങുന്ന സംഘടനകളുണ്ട്. വീടും കുടിയും നഷ്ടപ്പെട്ട് ഒരു ചെറ്റക്കുടിൽ പോലും താമസിക്കാനില്ലാത്ത രീതിയിൽ പ്രകൃതി ദുരന്തം തിമിർത്ത് ആടിയ സമയം, വീടുമില്ല, കൂടുമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, രേഖകൾ മൊത്തവും നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി, വെള്ളം കൊണ്ടുപോയി, പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുപോയി. അങ്ങനെയുള്ളവർക്ക് അത്താണിയായിക്കൊണ്ട് കുറേ കൂട്ടം നല്ല മനുഷ്യരായ ജനങ്ങൾ ഒരുമിച്ചുകൂടി അവരൊക്കെയും പണം ശേഖരിച്ചുകൊണ്ട് വീട് ആവശ്യമുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം ശേഖരിച്ച് എത്തിച്ചു കൊടുക്കുന്നു. വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സഹായം ചെയ്തുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ആ സമയത്ത് ഒരു നാടൊന്നാകെ പ്രകൃതി ദുരന്തങ്ങളിൽ ഒലിച്ചു പോവുകയും ഒന്നുമേ ബാക്കിയാക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായ
പ്രളയ ദുരന്തങ്ങളും അതുപോലെ തന്നെ ഒരു നാടൊന്നായിട്ട് വലിച്ചുപോയ പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ നേരിട്ട് കണ്ടവരാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ ആരുമേ തയ്യാറാകുന്നില്ല. സർക്കാരുകൾക്ക് അവരുടേതായ പരിമിതികളുണ്ട്. ആ ഒരു ചുറ്റുപാടിലാണെങ്കിൽ ഇതിന് വിധേയരായ എത്രയോ ആളുകൾ ഇന്നും ദുരിതമനുഭവിച്ച് ജീവിക്കേണ്ടി വന്നേനെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കൈമൈ മറന്നുകൊണ്ട് വ്യക്തികളും അതിനേക്കാൾ ഉപരി സംഘടനകൾ എന്ന് പറയുമ്പോൾ മതസംഘടനകളാകാം, രാഷ്ട്രീയ സംഘടനകളാകാം, സാംസ്കാരിക സംഘടനകളാകാം, എല്ലാവരും ഒരുമിച്ചിറങ്ങി അവർക്ക് വേണ്ട വീടുകളും വസ്തുക്കളും ജോലി ചെയ്യാനാവശ്യമായ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഒരുമിച്ച് ഒരുമയായി ചേർന്നുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ മാധുര്യം നമ്മൾക്ക് നുകരാൻ കഴിയുകയുള്ളൂ. ഇത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കും. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ബനൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുക, ഷഹാദത്ത് കലിമ. വന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും വിശ്വസിക്കുക. ഇഖാമു സ്വലാത്തി, നിസ്കാരം നിലർത്തുക. വഈതാഉ സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക. സൗമ റമദാൻ മാസം നോമ്പ് നോക്കുക. വഹിജ്ജുൽ ബൈത്തി, മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക. ഇതൊക്കെയും ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സഹോദരന്മാരെ സഹായിക്കുന്നതിൽ നിന്ന് ആരും തന്നെ വിട്ടുനിൽക്കരുത്. അള്ളാഹു അതുപോലെ മുത്തുനബി പഠിപ്പിച്ചു തന്നതും അതുതന്നെയാണ്. അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ നമ്മൾക്ക് ജീവിക്കാൻ, നമ്മൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് സമ്പത്ത് ചിലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.